ഹായ് ഗൈസ്, ഇപ്പം നമ്മൾ പുതിയൊരു ഷൂട്ടിൽ, അതായത് പുതിയൊരു ഗോസ്റ്റ് എടുക്കാൻ വേണ്ടി പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്യുക നമ്മളെ ആ, നജീബിന് വേണ്ടിയിട്ട്. സോ ട്രെയിൻ വന്നിട്ട് വരാൻ സമയമായിട്ടില്ല. അതിന് മുൻപായിട്ട് തന്നെ ചെറിയ രീതിയിൽ വ്ലോഗും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ടുള്ള പ്ലാനാണ്. സോ നേരം വെളുത്ത് വരുന്നേ ഉള്ളൂ. സോ അതുകൊണ്ട് വെട്ടം തീരെ കുറവായിരിക്കും, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഓക്കെ. പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ്, ഞാനാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഒരു നജീബ് വന്നോളൂ. ഹലോ ഹലോ ആ ബ്രോ, എന്ത് കിരുവല്ല. ഹലോ, പറഞ്ഞോ. ഞാൻ സ്റ്റേഷനിലെത്തി. എന്താ വരുന്നില്ലെന്നോ? എന്ത് പറ്റി? എന്താ പറ്റിയത് ബ്രോ? ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുക, വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് പോകാൻ എല്ലാം റെഡി ആക്കി, എല്ലാം പാക്ക് ചെയ്ത് വന്നിരിക്കുക. ടിക്കറ്റ് ഉൾപ്പെടെ എടുത്ത്. ബ്രോ ഞാൻ കാര്യം, ഇത് എത്ര നാളുകൾക്ക് മുന്നേ പ്ലാൻ ചെയ്ത ഷൂട്ടെന്ന് അറിയത്. ഇനി വേറെ വീഡിയോ നമ്മുടെ കയ്യിലില്ല ഈ വരുന്ന ഫ്രൈഡേ ഔട്ട് കൊടുക്കാൻ. ഇപ്പൊ എടുക്കാൻ പോകുന്ന വീഡിയോ ഷൂട്ട് ചെയ്യാറേ ഉള്ളൂ, നെക്സ്റ്റ് വീഡിയോ. അതുകൊണ്ട് ഈ ഷൂട്ട് ഒരിക്കലും ക്യാൻസൽ ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ എത്ര തവണ പറഞ്ഞു ബ്രോ ഈ കാര്യം. ബ്രോ ഒരിക്കലും വന്നിട്ട് ഷൂട്ട് ക്യാൻസൽ ചെയ്യാൻ പറ്റത്തില്ല. നെക്സ്റ്റ് ഔട്ട് കൊടുക്കുന്ന വീഡിയോ നമ്മുടെ കയ്യിലില്ല, ഫുട്ടേജ് ഇല്ല. ബ്രോ എന്തിപ്പാ, ഞാൻ ഇവിടെ വന്നിരുന്നു രാവിലെ വെളുപ്പിന് വന്ന് കുത്തിയിരുന്ന് വ്ളോഗൊക്കെ എടുത്തോണ്ടിരിക്കുക സ്റ്റേഷനിൽ വന്നിരുന്നു. അല്ല ബ്രോ, ഞാൻ പറഞ്ഞ വേറെ കാര്യം പറയും. നമ്മൾ ഇത് എത്ര നാൾ മുന്നേ പ്ലാൻ ചെയ്ത കാര്യം ഈ ഷൂട്ട്. അതാണ് ഞാനീ പറയുന്നത്. ഇപ്പൊ പെട്ടെന്ന് വന്നിട്ട് ഇത് പറ്റില്ലെന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ടിക്കറ്റ് എടുത്ത് വിടും ബ്രോ. നെക്സ്റ്റ് വരുന്ന ഫ്രൈഡിൽ വന്നിട്ട് വീഡിയോ നമുക്ക് ഔട്ട് എടുക്കണ്ടല്ലേ. അതിന് എന്ത് ചെയ്യും? ശരി. ഒന്നും വന്നില്ല. ശരി. ഓക്കെ. നജീബ വിളിച്ചത്. ഇപ്പോൾ എന്തോ വീട്ടിലെന്തോ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് വരാൻ പറ്റില്ല എന്നും പറഞ്ഞിട്ട് ഇപ്പൊ ഫോൺ വിളിച്ചേക്കുന്നു. എല്ലാം റെഡി ചെയ്ത് ഇവിടെ വന്ന് ടിക്കറ്റ് എടുത്തിട്ട് വെയിറ്റ് ചെയ്യണം നമ്മളിവിടെ. ഇനിയിപ്പോ വന്നിട്ട് ഷൂട്ട് ഒന്നും ക്യാൻസൽ ചെയ്യാൻ പറ്റത്തുമില്ല ഗൈസ്. ഇനിയിപ്പോ വന്നിട്ട് ഷൂട്ടും ഒന്നും ക്യാൻസൽ ചെയ്യാൻ പറ്റത്തില്ല, കാരണം നമ്മളെല്ലാം എടുത്തു വച്ചും പോയി. ഇനിയിപ്പോ വരുന്ന ഫ്രൈഡേ വന്നിട്ട് വീഡിയോ ഔട്ട് കൊടുക്കാനുള്ളതാണ്. അതുകൊണ്ട് ഷൂട്ടൊന്നും ഇപ്പൊ ക്യാൻസൽ ചെയ്യാൻ പറ്റത്തുമില്ല. എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. ഞാനാണെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലും കൂടെ വെയിറ്റ് ചെയ്യുന്നത്. ടിക്കറ്റ് എടുത്തേക്ക് വിടും. അത് വിഷയമില്ല, അത് മാറ്റുള്ള കാര്യമല്ല. ബട്ട് നമുക്ക് വന്നിട്ട് എന്റെ കയ്യിലാണെങ്കിൽ ഇപ്പം വേറെ ഫുട്ടേജും ഇല്ല ഇപ്പം ഈ വരുന്ന ഫ്രൈഡേ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോ വേറെ വഴിയില്ല, ഇനിയിപ്പോ ഒറ്റയ്ക്കേ പോകാൻ പറ്റത്തുള്ളൂ. വേറെ ഓപ്ഷൻ ഇല്ല ഇവിടെ. ഒറ്റയ്ക്ക് പോയി എടുക്കാന്ന് പറയുന്നത്, ആ ഒരു ലൊക്കേഷൻ ഞാൻ അങ്ങനെ അല്ലായിരുന്നു പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത്. അതാണ്. ഓക്കെ, ഇനിയിപ്പോ എന്തായാലും വേറെ വഴിയില്ല. ഇനിയിപ്പോ ഒരു വഴിയില്ല, എടുത്തേ പറ്റത്തുള്ളൂ. സോ ഞാൻ ഒറ്റയ്ക്ക് പോവാണ്. വരുന്നിടത്ത് വെച്ച് കാണാം എന്തായാലും. ഹായ് ഗായ്സ്, അപ്പം നമ്മുടെ ഏറ്റവും വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവനാരാടാ എന്നൊക്കെ വെച്ചാൽ ഞാൻ ആരുമല്ല, ഞാൻ നിങ്ങൾക്ക് അറിയാവുന്നവരാണ്, നജീബാണ്. ഒരു കുഴപ്പമില്ല, സന്തോഷമുള്ളൂ മക്കളെ, സന്തോഷമായി. അപ്പം നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്, ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പറയാൻ എങ്ങനെയാണ് നമ്മുടെ പുതിയ വീഡിയോ എടുക്കാൻ വേണ്ടി പോകാൻ വേണ്ടി. ട്രെയിനെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ 5 മണിക്കാണ്. അപ്പോൾ 5 മണിക്കാന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴത്തേക്കും തന്നെ എൻ്റെ രാവിലെ ആ ടൈമിന് എൻ്റെ വീട്ടിൽ നിന്ന് വണ്ടിയൊന്നും ഉണ്ടാവില്ല. എൻ്റെ വണ്ടിയാണെങ്കിൽ കംപ്ലൈൻ്റ് ആണ്. എനിക്കൊരു ബൈക്ക് ഉണ്ട്, പക്ഷേ നല്ല കണ്ടീഷനാണ്, വണ്ടി കംപ്ലൈൻ്റ് ആയിരിക്കാനാണ്. അപ്പോൾ
ഇന്ന് വൈകുന്നേരം എത്തിയതാണ് ഇവിടെ. നാളെ രാവിലെ 5 മണിക്കാണ് ട്രെയിൻ. അപ്പോൾ ഞാൻ ഇന്ന് വൈകുന്നേരം എത്തിയതാണ്. വൈകുന്നേരം ഒരു എനിക്ക് തോന്നുന്നൊരു 7-7:30 ആണെങ്കിൽ ഞാൻ ഇവിടെ എത്തിയതാണ്. വേറെ എവിടെയല്ല, ഇത് എല്ലാവർക്കും അറിയാം, ഹൈക്കോർട്ട് നമ്മുടെ മറൈൻ ഡ്രൈവ് അതിൻ്റെ അവിടെയൊക്കെയാണ്. ഇവിടെ കുറേ നേരം ഈ പോസ്റ്റ് അടിച്ചിരിക്കണം. ഭയങ്കര കൊതുക് എല്ലായിട്ട് സത്യം പറഞ്ഞാൽ പോസ്റ്റ് അടിച്ചിരിക്കുകയാണ്. അപ്പം നിങ്ങളൊക്കെ ഇരിക്കണ്ട സൂര്യ എവിടെയാണ്. സൂര്യ വരും, നമ്മുടെ വീഡിയോ പകുതി ആകുമ്പോൾ തന്നെ സൂര്യ വരും. സത്യം പറഞ്ഞാൽ കടയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കടയൊന്നും ഇല്ല ഗൈസ്. ഞാൻ പെട്ട് ഗൈസ്. ഇത് നോക്കി സത്യം പറഞ്ഞാൽ ഈ സിനിമയിലൊക്കെ പറയില്ലേ ഈ തെറ്റിയിരിക്കണേണ് ആ സാധനം. ഇവിടെ പട്ടിയല്ല ഉണ്ടായിരം പട്ടിയുടെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ പട്ടിയാ. അപ്പോൾ പട്ടിയുടെ ശബ്ദം പോലെ കേട്ട് എനിക്കറിയാൻ പാടില്ല എന്താണെന്ന്. ഏയ് അങ്ങോട്ടേക്ക് പോകാനുള്ള അതിനു മുമ്പ് ആക്ടിവിറ്റീസ് ഒന്നും വേണ്ട. എന്തായാലും എനിക്കറിയാൻ പാടില്ല ഗൈസ്. ആവട്ടെ. ഇപ്പം കടയൊന്നും ഇല്ല. എനിക്കാണെങ്കിൽ വിശന്നിട്ടും വയ്യ. നിങ്ങളൊക്കെ എല്ലാം കഴിച്ചായിരുന്നോ? എവിടെ എൻ്റെ മോനെ ഇത് നോക്കിയൊന്ന് ഭാർഗവീന്നല്ലേ ഇവിടെ നിൽക്കണ്ടാട്ടോ. ശോകമാണ്. എൻ്റെ പൊന്ന് ജന്തു ഒരു സാധനം. എൻ്റെ അമ്മോ എന്തോന്ന് ഫോൺ കയ്യിൽ നിന്ന് നിലത്ത് വീഴാഞ്ഞ ഭാഗ്യം. അതുപോലെ എൻ്റെ പൊന്നെ നിങ്ങൾ കണ്ടതല്ലേ. എൻ്റെ പൊന്നെ ഞാൻ ഇപ്പോൾ എങ്ങനെയാണ് പോയത് എനിക്കറിയാൻ പാടില്ല. മോളി എന്തൊക്കെ കേൾക്കണ്ടല്ലോ. സത്യമായിട്ട് പേടിയാവണ്ടട്ടാ. എന്താടാ അത്? മോനെ ഇവിടുത്തെ ഓരോ വീട് കാണുമ്പോൾ പേടിയാവുക. രാവിലെ ഒന്നും ഇങ്ങനെയല്ല ഈ സ്ഥലമൊന്നും. ഇവര് പേടിപ്പിക്കുന്ന രീതി എന്തൊക്കെയോ മോളിന്നൊക്കെ ശബ്ദം. ഞങ്ങൾ അങ്ങോട്ട് പോകുന്നേ ഉള്ളു. മീൻസ് ഞാൻ അങ്ങോട്ട് പോകുന്നേ ഉള്ളു. ഞാൻ സൂര്യൻ കണ്ടിട്ട് കൂടിയില്ല. എനിക്കറിയാൻ പറഞ്ഞു. അങ്ങനെ വന്ന് റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. ഞാൻ കാണിച്ചുതരാം. ടിക്കറ്റ് കൗണ്ടർ എത്തിയിട്ടുണ്ട്. ഇപ്പം ടിക്കറ്റ് കിട്ടുമെന്ന് എനിക്കറിയില്ല. എങ്കിലും ജസ്റ്റ് നോക്കി നോക്കട്ടെ ഗൈസ്. അപ്പോൾ നമുക്ക് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ വെയിറ്റ് ചെയ്യാണ്. 5 മണിക്കാണ് ട്രെയിൻ. 5 മണിക്കല്ല 5:20 ഞങ്ങളുടെ ട്രെയിൻ. അപ്പോൾ ഫോണിലാണെങ്കിൽ ചാർജ് വരാ. ഇറങ്ങിയാലോ വൈകുന്നേരം ഇറങ്ങിയാലേ. ഫോണിലാണെങ്കിൽ ചാർജില്ല. ചാർജ് കുത്തിയിട്ടേക്കാണ് അവിടെ. കുറച്ചു നേരം ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ. അതെ ഞാനിപ്പം ഇവിടെ ഒരു സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോ ഇവിടുന്ന് വേറൊരു ട്രെയിൻ കയറിയിട്ട് ഇനി ഇവിടുന്ന് കുറച്ചുകൂടി കൂടെ പോകാനുണ്ട്. എന്താ പറയാ, നമ്മളിങ്ങനെ പ്ലാൻ ചെയ്ത് വന്നത് വേറെ ഒന്ന്, പക്ഷെ നടക്കുന്നത് വേറെ ഒന്ന്. അതെങ്ങനെ ആലോചിക്കുമ്പോഴത്തേക്ക് ഒരുമാതിരി എന്തോ ഒരുമാതിരി പെട്ടെന്ന് ഇല്ലാതാകുമ്പോഴത്തേക്ക് ഒരു ഫീൽ വരുന്നില്ല. അതാണ് സംഭവം. ഇനിയിപ്പോ പറഞ്ഞ കാര്യമില്ല. ഇനിയിപ്പോ ഇവിടുന്ന് കുറച്ചുകൂടെ പോകാനുണ്ട്. കുറച്ചേറെ ദൂരം പോകാനുണ്ട്. ഈ സ്റ്റേഷനിൽ വേണമെങ്കിൽ കണക്കിൽ പോകാനായിട്ട്. ഓക്കെ, ഇനി കണ്ടിന്യൂ ചെയ്യാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ റീച്ച് ആയിട്ടുണ്ട്. നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ റീച്ച് ആയിട്ടുണ്ട്. സൂര്യ പറഞ്ഞാൽ വിളിച്ചിരുന്നു. സൂര്യ കൊള്ളായിരുന്നു. സൂര്യ പറഞ്ഞത് ഇവിടെ എത്തിയിട്ടുണ്ടെന്നാണ്. ഞാൻ കണ്ടു പുള്ളിക്കാരനെ കണ്ടോന്ന് ഞാൻ വിളിച്ചത്. പുള്ളി പറഞ്ഞ പുള്ളി ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ ഉണ്ടെന്ന് പുള്ളിയുടെ പറഞ്ഞിട്ടില്ല. നമുക്ക് ലൈസും പുറത്ത് ചെറിയ സർപ്രൈസ് ഒക്കെ കൊടുത്തിട്ട് പുള്ളിനെ ഞെട്ടിക്കാൻ പറ്റും. നമുക്ക് ജസ്റ്റ് പോയി നോക്കാം. പുള്ളി നമുക്ക് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് പോയി നോക്കാം. പുള്ളിനെ
ദേവാണ്. കുറെ പേര് ഈ മൈക്ക് ശരിക്കും കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണം. കാരണം മൈക്ക് മേടിച്ച ശേഷം ഫസ്റ്റ് ആണ് ഓപ്പൺ സ്പേസിൽ വന്നിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. അത് എങ്ങനെ ഉണ്ട് എന്നുള്ളതൊന്നും അറിയത്തില്ല. അതാണ് ഇതൊക്കെ എപ്പോ എവിടുന്ന് നീ അങ്ങോട്ട് നോക്കി ട്രെയിനിലോ ഇത് വരുത്തുന്നൊക്കെ പറഞ്ഞിട്ട് പ്രാങ്കോ എന്താ ആരാ നോക്കിയ നജീബ് പ്രാങ്ക് പ്രാങ്ക് വെയിലടിക്കുന്നു കേട്ടോ. അപ്പൊ പിന്നെ വരത്തില്ല വീട്ടിൽ നിന്ന് ഇഷ്ടം പറഞ്ഞിട്ട് ചെറിയൊരു കാരണൊക്കെ എടുത്തപ്പോ കള്ളം പറഞ്ഞത്. കാരണം ഞാന് വന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് ബ്രോ എന്നെ കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് ഇരുന്നുണ്ടാവൂല. പക്ഷെ പെട്ടെന്ന് ഞാൻ എന്ത് പറ്റിക്കാൻ നോക്കിയല്ലേ ഇനി പ്രാങ്ങിന്റെ അർത്ഥം എന്തെന്ന് അതായത് ഞാൻ കയറിയപ്പോഴത്തെ അപ്പൊ കയറിയല്ലേ പിന്നല്ലാണ് ബ്രോ കയറിയ ബോഗിയില്ലേ, ആ ബോഗിന്റെ തൊട്ടിപ്പുറത്ത് തന്നെ പോയാണ്. അത് പ്ലാനിങ് അല്ല കേട്ടാ. കാരണം ഞാൻ കയറിയ ബോഗിന്റെ തൊട്ടപ്പുറത്തെ ബോഗി ബ്രോയാണ് ഒന്ന് കയറിയത്. സംഭവം വെച്ച് കഴിഞ്ഞാല് പ്രാങ്കിയാണ് ആൾ ഉദ്ദേശിച്ചത്. പക്ഷെ ഏതോ ഒരു അക്കൂസിലാണ് കയറി ഒളിച്ചിരിക്കുവായിരുന്നു ഞാൻ കാണാതിരിക്കാൻ വേണ്ടിട്ട്. എന്നിട്ട് ലാസ്റ്റ് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് തൊട്ടിപ്പുറത്ത് ബോഗിയിലായിരുന്നു. നല്ല അടിപൊളി പ്രാങ്ക് ആയിട്ടുണ്ട്. അല്ല എന്താ ഷൂട്ട് വന്നാണോ കടലിൽ പോകുന്നതാണോ? ഷൂട്ട് വന്നാണോ എന്തോട് പറയണ്ട വിട്ടോ വിട്ടോ അല്ല പിന്നെ ഓടിക്കോ ഞാൻ ഷൂട്ട് ചെയ്യൂല. ഷൂട്ടില്ല അവിടെ പ്ലാനായി മൈൻഡ് സെറ്റായി. ഒറ്റയ്ക്ക് പോകുന്നുള്ളൂ ഞാൻ ഷൂട്ട് ചെയ്യൂല. ഒറ്റയ്ക്ക് പോകുന്നുള്ളൂ. ഇല്ലില്ല.